പവിത്രം 30-ാമത്തെ എപ്പിസോഡ്. മാഷ് ഉറക്കമാണോ? അരവിന്ദൻ ചോദിച്ചു. ഏയ് അല്ല. ചായ കുടിച്ചോ മാഷേ? ഇല്ല, ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്നാൽ വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അരവിന്ദൻ പറഞ്ഞു. മാഷ്ക്ക് അരവിന്ദൻ ചായ കൊടുത്തു. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചായ ഉണ്ടാക്കാനൊന്നും അറിയില്ല. പാലിൽ ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടാൽ ചായ ആവില്ലെന്ന് ആമി എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. ആമി നന്നായിട്ട് ചായ ഉണ്ടാക്കാറുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന അതേ സ്വാദാണ് ആമി ഉണ്ടാക്കുന്ന ചായക്ക്. ഗീത പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. അതിനുള്ള സമയവും അവൾക്ക് കിട്ടിയില്ല. അരവിന്ദനോട് മാഷ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഗീതയുടെ അമ്മ മരിച്ചത് എങ്ങനെയാണ്? മാഷിന്റെ അവസ്ഥ തന്നെയാണ് എൻ്റെയും അവസ്ഥ, അരവിന്ദൻ പറഞ്ഞു. ഗീതയുടെ സ്നേഹവും വാത്സല്യവും ആമിക്ക് 2 വയസ്സുവരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മാഷ്, എന്തായിരുന്നു പ്രശ്നം? ഇടയ്ക്ക് അവൾക്കൊരു വയറുവേദന വരാറുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ ആവും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ജോലിത്തിരക്ക് കാരണം ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇടയ്ക്കൊക്കെ ചില ഡോക്ടർമാരെ കാണിച്ചിരുന്നു. പക്ഷേ അവൾ കഴിച്ച മരുന്നൊന്നും അസുഖത്തിന് പറ്റിയതല്ലായിരുന്നു. ഒരു ദിവസം അവൾ കുഴഞ്ഞു വീണു. ഒരുപാട് ചോര പോയി. അപ്പോഴാണ് അറിയുന്നത് 4th സ്റ്റേജിലാണെന്ന്. ക്യാൻസർ ആയിരുന്നു. കീമോ സർജറി ഒക്കെ ചെയ്തു നോക്കി. അതൊന്നും ഫലിച്ചില്ല. അത് ആമിക്ക് 1 വയസ്സുള്ളപ്പോഴായിരുന്നു. ആമിയുടെ 2ാം പിറന്നാളിൻ്റെ അന്ന് ഭക്ഷണം കൊടുക്കാൻ പോയപ്പോൾ ബോധമില്ലാതെ കിടക്കുന്നു. അന്ന് വൈകിട്ടോടെ എല്ലാം കഴിഞ്ഞു. അന്ന് ആർക്കും ആമിയുടെ പിറന്നാൾ ഉണ്ണാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരിക്കലും ആമിയുടെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. മാഷ്, ഞാൻ ഇതൊന്നും മുന്നേ അറിഞ്ഞിരുന്നില്ല. അരവിന്ദൻ, ഞങ്ങൾ ആരോടും ഇതൊന്നും പറയാറില്ല. ഗീത പോയപ്പോൾ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടുപോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയവുമില്ല. ആമിയാണെങ്കിൽ വാശിയോട് വാശി. ഞാൻ ആദ്യം എൻ്റെ ജോലി ഉപേക്ഷിച്ചു. ആമിയോടൊപ്പമായിരുന്നു എൻ്റെ മുഴുവൻ സമയം ചെലവഴിച്ചിരുന്നത്. ആദ്യമൊക്കെ അമ്മയില്ല എന്നുള്ളത് അവൾക്കൊരു പ്രശ്നമായിരുന്നു. പിന്നെ അറിയാൻ തുടങ്ങിയപ്പോൾ അവൾ ഉൾവലിഞ്ഞു തുടങ്ങി. ഞാൻ ആദ്യമേ ജോലി ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ ഒരുപക്ഷെ ഗീതയെ ശ്രദ്ധിക്കാൻ കഴിയുമായിരുന്നു. കുറച്ചു നേരത്തെ ചികിത്സ തുടങ്ങേണ്ടതായിരുന്നു, അരവിന്ദൻ പറഞ്ഞു. എന്നാൽ ഗീതയെ രക്ഷിക്കാമായിരുന്നു എന്നൊരു തോന്നൽ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ആണുങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ഭാര്യമാർ മരിച്ചു പോകുന്നതിൽ പരം ദുരന്തം വേറൊന്നുമില്ല, മാഷ് പറയുന്നുണ്ട്. അവരുള്ളപ്പോൾ നമ്മൾ വീരശൂര പരാക്രമികളായിരിക്കും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവരുമായി വഴക്കിടും. പക്ഷെ അവരില്ലാതാവുമ്പോഴാണ് അവരുടെ വില നമുക്ക് മനസ്സിലാകുന്നത്. അരവിന്ദൻ മാഷിനോട്, ഗീതയുടെ അസുഖം എനിക്ക് വരികയും കുറച്ചു നേരത്തെ ഞാൻ മരിച്ചു പോവുകയും ചെയ്തിരുന്നെങ്കിൽ ആമിയെ ഗീത കുറച്ചും കൂടി നന്നായി നോക്കുമായിരുന്നു. മാഷ് പറയുന്നുണ്ട്. ഇപ്പോഴും നന്നായി തന്നെയല്ലേ അരവിന്ദൻ മോളെ നോക്കിയത്? ഇനി ആമിയുടെ വിവാഹം കൂടി കഴിയണം. അവളെ മനസ്സിലാക്കാൻ പറ്റുന്ന, സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തണം. അങ്ങനെ ഒരാളെ കണ്ടെത്തണം എന്ന് അരവിന്ദൻ പറഞ്ഞു. അതൊക്കെ സമയമാകുമ്പോൾ നടന്നോളും, മാഷ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാഷിനോട്? അത് ശരിയായില്ലെങ്കിൽ അപ്പം തന്നെ വിട്ടേക്കണം. മാഷിൻ്റെ മോൻ വിക്രമിന് വേണ്ടി ആമിയെ ഒന്ന് ആലോചിച്ചാലോ? പെട്ടെന്നൊരു ഉത്തരം പറയണ്ട. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ മാഷിനോട് പറഞ്ഞതാണ്. ആമി അവിടേക്ക് വരുന്നു? അല്ല, രണ്ടുപേരും എന്താ സീരിയസ് ആയി ചർച്ചയിലാണല്ലോ? അരവിന്ദൻ, ഏയ് ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നു. ചായ വേണോ നിങ്ങൾക്ക്? ആമി ചോദിച്ചു. ഏയ് വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കി കുടിച്ചു. ആമി, ഗുഡ് ബോയ്സ്. ആമി ചായ ഉണ്ടാക്കാൻ പോകുമ്പോൾ അരവിന്ദൻ പറഞ്ഞു, ഞങ്ങൾക്കും കൂടി ഓരോ ഗ്ലാസ് എടുത്തോ? ഇത് തണുത്തുപോയി. നിന്റെ ചായയെക്കുറിച്ച് ഞാൻ മാഷിനോട് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ആമി ശരി എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അരവിന്ദൻ, മാഷേ, ഞാൻ പറഞ്ഞതൊന്നും അവൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ? മാഷ്, ഇല്ല. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചത് എന്ന് പറഞ്ഞ് അവൾ എന്നെ ഇട്ട് പൊരിക്കും. ഷീല വിക്രമിനോട്, ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചോ? വിക്രം, ഇല്ല. ഷീല, ഞാൻ ചായ ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. തരുൺ വിക്രമിനെ ഫോണിൽ വിളിക്കുന്നു. എന്നിട്ട് സ്കൂൾ വിട്ടോ എന്ന് ചോദിച്ചു. അറിയില്ല സാർ. അപ്പോൾ താൻ എവിടെയാണ്? ഞാൻ വീട്ടിൽ. വീട്ടിലെന്തിനാ പോയി നിൽക്കുന്നത്? സ്കൂളിൽ നിൽക്കാനല്ലേ പറഞ്ഞത്? മോളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. തനിക്കെന്താ വീട്ടിൽ ജോലി?
പുറത്ത് നിൽക്കണ്ട എന്ന് മോൾ പറഞ്ഞു. പിന്നെ സ്കൂളിലായതുകൊണ്ട് പ്രശ്നമില്ലെന്ന് ഞാൻ വിചാരിച്ചു. തരുൺ വിക്രമിനോട്, വീട്ടിലായാലും സ്കൂളിലായാലും താൻ മോളുടൊപ്പം വേണം, പ്രത്യേകിച്ച് ഞങ്ങൾ ഇല്ലാത്ത സമയത്ത്. മോൾ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ വേണം, മനസ്സിലായോ? വിക്രം, ഞാൻ ഇപ്പോൾ തന്നെ പോവാം. തരുൺ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. സേതുലക്ഷ്മി വിക്രമിനോട്, സ്കൂൾ വിടുന്ന സമയത്ത് എന്താ പോകാതിരുന്നത്? എനിക്ക് സ്കൂൾ വിടുന്ന ടൈം അറിയില്ലായിരുന്നു. തരുൺ അറിഞ്ഞ ആകെ പ്രശ്നമാവും, സേതുലക്ഷ്മി പറഞ്ഞു. സാർ ഇപ്പോൾ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാളെ തൊട്ട് എങ്ങനെയാ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീല ചായ കൊണ്ട് കൊടുക്കുന്നു. എന്താ മുഴുവൻ പേര്? വിശ്വനാഥൻ. ഇതിനു മുൻപ് എന്ത് ചെയ്യായിരുന്നു? അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, കുട്ടികളെ നോക്കാൻ നിൽക്കുകയായിരുന്നു. ഷീല, ഇവിടുത്തെ മേഡം ഒരു പ്രത്യേക തരക്കാരിയാണ്. അങ്ങനെ ആരെയും വിശ്വസിച്ച് കുട്ടിയെ ഏൽപ്പിക്കില്ല. അറിയണ ആളാണോ എന്ന് അറിയാൻ ചോദിച്ചതാണ്. വിക്രം, ഞാൻ പോലീസാണ്. ഇവിടെ ചില കേസുകൾ അന്വേഷിക്കാൻ വന്നതാണ്. ഞാൻ ചോദിച്ചതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഷീല പേടിച്ചുപോയി. അപ്പോഴേക്കും റാം വിളിച്ചു. മേം സാബ് വിളിക്കുന്നുണ്ട്. ഷീല പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. ഗൗരി ചിത്രം വരയ്ക്കുന്നു, വിക്രമിനെ നോക്കിയിട്ട്. അച്ചമ്മ പാലും കൊണ്ടുവന്നു. ഗൗരി അച്ചമ്മയോട്, ഈ ചിത്രത്തിലുള്ളതും പുറത്തിരിക്കുന്ന അയാളും ഒരുപോലെ ഇല്ലേ അച്ചമ്മേ? ഇല്ല. അച്ചമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ, വേഷം മാറി വന്നതാണ്. അത് ശംഭൂവനാണ്. സേതുലക്ഷ്മി പാല് കുടിക്കാൻ മോളോട് പറയുന്നു. മോൾ, എനിക്ക് പാല് വേണ്ട, ചായ മതി. കുട്ടികൾ ചായ കുടിക്കില്ല. എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും കുടിക്കുന്നുണ്ട്. കുടിച്ചില്ലെങ്കിൽ ശംഭൂവൻ വന്ന് പിച്ചും. ശരിക്കും? എന്നാൽ പകുതി കുടിക്കുക, അപ്പോൾ പകുതി പിച്ച് കിട്ടും. അപ്പോഴേക്കും വേദ സേതുലക്ഷ്മിയെ വിളിക്കുന്നു. എങ്ങനെയുണ്ട് അമ്മേ ബോഡി ഗാർഡ് വന്നിട്ട്? വേദ ചോദിച്ചു. ശരിക്കും അയാളൊരു പാവമാണെന്ന് തോന്നുന്നു. എന്തു ചോദിച്ചാലും അധികം സംസാരിക്കില്ല, എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചു കൊണ്ടിരിക്കും. തരുൺ, ഒരു പാവത്തിനെ പിടിച്ചാണ് ബോഡി ഗാർഡ് ആക്കിയത്. മോള്, പാവത്താനൊന്നുമല്ല, ചമ്പൂകനാ. അച്ചമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി മോൾ സംസാരിക്കുന്നു. മോൾ, ശരിക്കും ശംഭൂകന അമ്മേ? ഞാൻ പാല് കുടിച്ചില്ലെങ്കിൽ എന്നെ പിച്ചും എന്ന് പറഞ്ഞു അച്ചമ്മ. അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ അയാളോട് സംസാരിക്കാം, ഇപ്പം തന്നെ സംസാരിക്കാം. മോൾ ഫോൺ വിക്രമിന് കൊടുക്കാൻ പോകുമ്പോഴേക്കും വേദയ്ക്ക് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. വേദ മോളോട് ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. സേതുലക്ഷ്മി, മോൾ പാല് കുടിക്കുക, അമ്മയ്ക്കറിയാം അയാൾ പിച്ചുമെന്ന്. വിക്രമിനോട്, പാല് മുഴുവൻ കുടിക്കണ്ടേ? വിക്രം മുഴുവൻ കുടിക്കണം എന്ന് പറഞ്ഞ് മോൾ പാല് വാങ്ങി കുടിക്കുന്നു. മാഷും ആമിയും അരവിന്ദനും കൂടി കാർഡ് കളിക്കുന്നു. മാഷ്, എനിക്കിത് അത്ര വശമില്ല. ആമി, ഞാൻ പഠിപ്പിച്ചോളാം. അപ്പോഴേക്കും അവിടേക്ക് വിക്രം വരുന്നു. വിക്രം, അച്ഛൻ എന്ത് ചെയ്യുകയാ? ഞങ്ങൾ കാർഡ് കളിക്കുകയാണ്. അച്ഛന് ഇതൊന്നും വശമില്ലല്ലോ. അച്ഛനെ ഞാൻ ഇതൊക്കെ കളിപ്പിച്ച് ചീത്തയാക്കിക്കോളാം. വിക്രം വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ജോലി? വിക്രം, കുഞ്ഞിനെ നോക്കലല്ലേ, അതിനൊരു രസമൊക്കെ ഉണ്ട്. വിക്രമിനോട് ആമി കളിക്കുന്നു എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് വിശപ്പുണ്ട്, ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ. അച്ഛനും മോനും കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഇവിടുന്ന് കഴിക്കാം. വേണ്ട, ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആമി പറഞ്ഞു ഞാൻ കറിയും കൊണ്ട് വരാമെന്ന്. ഓക്കേ, ബൈ.